ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെള്ള അവലാണ്. ഏത് അവലിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അവലാണ്. ഈ ഒരു 2 കപ്പ് അവലിന് വേണ്ടി ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു അവല് നല്ലപോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവത്തിൽ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നേരം മതി, അതിൽ കൂടുതൽ വെച്ചിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് അവല് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ല, അത്രയും നന്നായിട്ട് കുതിർന്ന് കിട്ടി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാർ എടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടും അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇതേ അളവിൽ തന്നെ 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാൻ വേണ്ടി 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് അരയ്ക്കുക. അവലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം പോരാ ഇത് അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അരയാതെ വരുന്ന ടൈം ആകുമ്പോൾ വീണ്ടും ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു പരുവത്തിന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരച്ചു കൊടുക്കുമ്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിരുന്നു. കറിവേപ്പിലയുടെ മണവും കൂടെ ഉണ്ടാകുമ്പോഴേ നന്നായിരിക്കുള്ളൂ ഈ ഒരു പലഹാരം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു 1/4 കപ്പ് അളവിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നല്ലൊരു മണം കിട്ടാനായിട്ട് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ആ ഒരു മണം നമുക്ക് ഈ ഒരു ഓയിലിൽ വേണം. അപ്പോൾ ഇതിൽ നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില മുഴുവനായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് മുഴുവനായിട്ടും ഒരു പൈപ്പിംഗ് ബാഗിൽ ഫില്ലാക്കിയതിന് ശേഷം അതിൻ്റെ അറ്റം കുറച്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ മിൽമ കവറോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ബേക്കറിയുടെ കവറോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂടിപ്പോവുകയും ചെയ്യരുത്, നല്ല ഫ്ലെയിം കുറയുകയും ചെയ്യരുത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നിർത്താനേ തോന്നത്തില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പിന്നെ ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് ഓർത്ത് പേടിക്കുകയും വേണ്ട. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അത്രയും തന്നെ ഇതിലുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അവല് കൊണ്ടുള്ള അടിപൊളി സ്നാക്സ് റെഡിയായി കിട്ടി. എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാനെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.